എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളൊന്ന് ചാനലൊന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. രേവതി നക്ഷത്രം, എനിക്ക് തോന്നുന്നു ഞാൻ രേവതി നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ 1-2 തവണ വീഡിയോ ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ 2025 വർഷഫലങ്ങളിട്ട്. എന്നാൽ ചില ആൾക്കാർ 100-ൽ ഒരു 80% ആൾക്കാർ അവരുടെ കാര്യങ്ങൾ മാറ്റമുണ്ടെന്ന് വിളിച്ച് പറയാറുണ്ട്. പക്ഷേ ബാക്കി 20% അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ തന്നെയാണെന്ന് അവരിപ്പോഴും പറയുന്നത്. സാമ്പത്തിക ലാഭമില്ല രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികം വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. അവിടെ ഏത് പാപഗ്രഹമാണ് രേവതി നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് വരുന്നത്? അതായത് കുടുംബപരമായ എന്തെങ്കിലും ദോഷമാണോ, അതായത് കുടുംബത്തെ എന്തെങ്കിലും ദുരിതങ്ങളാണോ, അതായത് സർപ്പദോഷമാണോ, അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എന്തെങ്കിലും ദോഷമാണോ? ചിലവർക്ക് സമയം നല്ലതാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ സർപ്പദോഷം ഉണ്ടാകാം, അല്ലെങ്കിൽ വരുത്തുപോക്കുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികപരമായി നല്ലപോലെ ഒരു ബാധിക്കുന്ന ഒരു സമയമാണ് ഭക്തജനങ്ങൾക്ക്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് വിധത്തിലാണ് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നത് അല്ലേ? ഈ സാലറി കിട്ടുന്ന സമയത്തൊക്കെ പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതെന്ത് കൊണ്ടുവന്ന് മനസ്സിലാകുന്നില്ല. ചിലവർക്ക് ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രേവതി നക്ഷത്രത്തിലേക്ക് ഒത്തിരി മാറ്റം ഉണ്ടാകും. 2 മാസമൊന്നും കുഴപ്പമില്ല, വീണ്ടും കടത്തിലേക്ക് പോകുന്നു, സാമ്പത്തികമില്ല, മക്കളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, വിവാഹകാര്യത്തിൽ തടസ്സം, അസുഖങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. 50 വയസ്സായിട്ടും വീട് വെക്കാൻ രേവതി നക്ഷത്രക്കാർക്ക് പറ്റുന്നില്ല, ഉള്ള വീടിൻ്റെ പണികൾ തരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ രേവതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി അറിയാവുന്ന ഒരു ജ്യോത്സ്യനോ, ഇല്ലെങ്കിൽ നമ്മുടെ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ ഏത് പാപഗ്രഹമാണോ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്, നമുക്ക് സാമ്പത്തികപരമായിട്ട് വീണ്ടും തടസ്സങ്ങൾ വരുന്നത്, ഇപ്പോൾ ശത്രുദോഷമാണോ, ആഭിചാര ദോഷമാണോ, എന്തുകൊണ്ട് ഒരു ഉത്തമനായ കർമ്മിയെ കൊണ്ട് ജ്യോതിഷ വിധി പ്രകാരം നോക്കിച്ച് ആ രീതിയിൽ പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും രേവതി നക്ഷത്രത്തിൽ മാറത്തുള്ളൂ. ചിലർ പറയാറുണ്ട് വിളിച്ചിട്ട്, തിരുമേനി നിങ്ങളുടെ സമയം നല്ലതെന്ന് പറയുന്നത്, പക്ഷേ സാമ്പത്തികം എടുക്കാനില്ല, കടം കൊണ്ട് പോയി. ഈ പൈസ കിട്ടുന്ന സമയത്ത് വീട്ടുകാർ പല ആവശ്യങ്ങൾക്ക് കടം മേടിച്ച് കടം വീടാനുള്ളൂ, വീണ്ടും നാളെയും ഒരാൾക്കാരുടെ നിന്ന് കടം മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് പറയുന്നത്. രേവതി നക്ഷത്രക്കാർ ഇഷ്ടം പോലെയുണ്ട് അല്ലേ? അപ്പം ഇതൊക്കെ അവർക്ക് താൽക്കാലികം. അവർ എവിടെയെങ്കിലും പോകുമ്പോൾ ജ്യോത്സ്യൻ ഇല്ലെങ്കിൽ 7 ദിവസത്തേക്ക് വഴിപാട് എഴുതി കൊടുക്കും. അപ്പോൾ അതിനും പൈസ വേണം. ഈ 7 ദിവസം ചിലപ്പം അവർ പൈസ ഇല്ലാണ്ട് ആരെങ്കിലും കടം മേടിച്ചാൽ എനിക്ക് ഈ വഴിപാട് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ഒക്കും, ചില കാര്യങ്ങൾ ഒക്കത്തില്ല. ഈ ജ്യോത്സ്യ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിഹാര കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഇതിലോട് തന്നെ ഒരു വിശ്വാസക്കുറവുണ്ട്. ഭഗവാൻ ഈ 12 ആഴ്ച വഴിപാട് ചെയ്തിട്ട് എൻ്റെ പൈസയും പോയി, എൻ്റെ കാര്യം നടന്നില്ല, വീണ്ടും കടക്കാരനായി കൂടിയെന്ന് നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ചിന്തയുണ്ടാകും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് സ്വാഭാവികമായിട്ട് ആ ചിന്തകളുണ്ടാകും. പക്ഷേ ഒരു ജ്യോത്സ്യൻ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കും. നമ്മളിപ്പോൾ ഒരു വ്യക്തി ഒരു ജ്യോത്സ്യനെടുത്ത് ചെന്ന് രവി നക്ഷത്രക്കാരൻ നിന്ന് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നോക്കി 12 ആഴ്ചയിൽ അല്ലെങ്കിൽ 12 ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലി, ഗുരുതി, അതേപോലെ തന്നെ അർച്ചന, അഷ്ടോത്തരങ്ങൾ, ഭാഗ്യസൂക്തി ഇതൊക്കെ കൊണ്ടുതരും, എഴുതിത്തരും. നമ്മൾ ഇല്ലാത്ത കാശ് മുടക്കി ഇത് ചിലപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോകും. അപ്പം നമ്മൾക്ക് ജോലിക്ക് പോകണം. ജോലിക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ചീട്ട് അവിടെ കൊണ്ട് വെക്കും. ഈ രവി നക്ഷത്രക്കാരല്ല, മിക്ക നക്ഷത്രക്കാരും അങ്ങനെയാണ്. ചീട്ട് വെക്കുമ്പം അവിടെ ഉള്ള ശാന്തിക്കാർ ഇതെടുത്ത് നോക്കും. ഇതിപ്പോൾ ഒരു ചീട്ട് ഇരിക്കുന്ന ഭാഗ്യസൂക്തം അല്ലെങ്കിൽ ഇതിനകത്ത് ദക്ഷിണയും കാര്യങ്ങളൊന്നുമില്ല. ചിലവർ ആത്മാർത്ഥമായിട്ട് ആ ഒരു പേരിലും ഇത് സമർപ്പിക്കും, ചിലവർ ഈ ദക്ഷിണ ഇല്ലാത്തതുകൊണ്ട് ചെയ്യത്തില്ല. ഇതാണ് മിക്കയിടത്തും നടക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ ദക്ഷിണ കിട്ടാത്തതുകൊണ്ട് ചില ശാന്തിക്കാർ ഇത് അവിടെ വെച്ചിട്ട് ചിലപ്പം ഭാഗ്യസൂക്തം ഒരു പുഷ്പം എടുത്ത് ആ നാളും പേരും സമർപ്പിക്കും. ചില തിരുമേനിമാരും ശാന്തിക്കാരും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് തന്നെ നിറഞ്ഞ് നമുക്കൊരു സന്തോഷമാകും. ഇപ്പം ഞാൻ 1-2 ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് നല്ലൊരു ഇത് കിട്ടിയത് നമ്മുടെ തൊടുപുഴ കാരിക്കോട് അവിടെ ഒരു അണ്ണാമല മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്ക് യാദൃശ്യമായിട്ട് പോയി. എന്നാൽ അവിടെ നിൽക്കുന്ന തിരുമേനി വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ല പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തൊടുപുഴ കിഴക്കോട്ട് മുട്ടം അവിടെ
മുട്ടം ശ്രീ ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അവിടുത്തെ തിരുമേനി നല്ല പോലെയാണ് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ രേവതി നക്ഷത്രക്കാർ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്യുക. ഒരാൾ പറയും, ഇപ്പം ഞാനാണെങ്കിൽ നിങ്ങൾ വേറെ ഏത് ജ്യോത്സ്യന്മാർ പറയുമ്പോൾ ഒരാൾ പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമ്മളും കൂടെ ഒന്ന് യുക്തി കൊണ്ടൊന്ന് ചിന്തിക്കണം അല്ലേ. അപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങൾ ഇതുവരെ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക, അത് നോക്കി പരിഹരിച്ചു തരുന്നതാണ്. ഇപ്പോൾ അച്ഛൻ വഴി ദോഷമുണ്ടോ, അമ്മ വഴി ദോഷമുണ്ടോ, നിങ്ങളുടെ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ, കുടുംബപരമായിട്ട് എന്തെങ്കിലും ദോഷം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായി രക്ഷപ്പെടാത്തത്. ചിലപ്പോൾ വീട് വെക്കാൻ പറ്റുന്നില്ല, വീട് പണി തീരുന്നില്ല, മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്ന, ജോലിയിൽ തടസ്സങ്ങൾ, സർക്കാർ ജോലിയുള്ളവർക്ക് പ്രമോഷൻ കിട്ടുന്നില്ല, വിദേശത്ത് പോയിട്ടും സാമ്പത്തിക ലാഭമില്ല, അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന രേവതി നക്ഷത്രക്കാർ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് തരിക, അത് നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും രേവതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം തൊട്ട് സാമ്പത്തിക പുരോഗതികളൊക്കെ ഉണ്ടാകും, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ രേവതി നക്ഷത്ര സ്കിന്ന് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, പണിക്ക് പോകി മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അപ്പം ഈ കർക്കിടക മാസത്തിൽ അവർക്ക് സ്കിന്ന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് രേവതി നക്ഷത്രക്കാർക്ക്. പിന്നെ കർക്കിടക മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ കൂട്ടുകാർക്ക് കൊടുത്ത പൈസകളൊക്കെ നമുക്ക് തിരികെ കിട്ടും. കടം കൊടുത്തതൊക്കെ, കടം മേടിച്ചവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും, ജോലിയിൽ പുരോഗതികൾ ഉണ്ടാകും, നല്ല സാമ്പത്തികപരമായ നേട്ടം ഉണ്ടാകും. അപ്പോൾ കർക്കിടക മാസം എന്തുകൊണ്ടും രേവതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഒരു മാസമാണ്. പിണങ്ങിപ്പോയവരൊക്കെ, വഴക്കിട്ടവരൊക്കെ പോയവരൊക്കെ നിങ്ങളെ എടുത്തു തന്നെ വരും. സമാധാനപരമായ ഒരു ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവിധ ഐശ്വര്യങ്ങളും കർക്കിടക മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. പിന്നെ വയറു സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പിന്നെ സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് വരാം. അതുപോലെ തന്നെ വയറു സംബന്ധമായ കാര്യങ്ങൾ, നമ്മൾ ഒരു തവണ 3-4 തവണ വയറ്റിൽ നിന്ന് പോകുന്ന വയറു സംബന്ധമായ അസുഖങ്ങളുണ്ടാകും, ഹോസ്പിറ്റൽ കേസുകൾ വരാം. പിന്നെ ഈശ്വരാനുഗ്രഹം കൂടും. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് രേവതി നക്ഷത്രത്തിൽ ഒറ്റ ഒരു പരിഹാരം മാത്രം ചെയ്യുക. രേവതി മാസം തോറും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക. മഹാദേവ ക്ഷേത്രത്തിൽ മാസത്തിൽ 1 വർഷക്കാലം രുദ്രാഭിഷേകം നടത്തുക. രുദ്രാഭിഷേകം നടത്തുമ്പോൾ നമ്മൾ തിരുമേനിയുടെ പ്രത്യേകം പറയണം, രേവതി നക്ഷത്രമാണ്, സമയദോഷങ്ങളും രോഗങ്ങളും അരിഷ്ടങ്ങളെല്ലാം ഉണ്ട്, അപ്പോൾ നല്ലപോലെ ചെയ്തു തരണമെന്ന് തിരുമേനിയുടെ പ്രത്യേകം പറയണം. അതുപോലെ മാസത്തിൽ 1 തവണ 9 ഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുക, 9 വലത്ത് വെക്കുക. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പോയി പ്രീതിപ്പെടുത്തുക. വീടിൻ്റെ അടുത്ത് കാവുകളുണ്ടെങ്കിൽ ആ കാവിൽ എണ്ണ കൊണ്ട കൊടുക്കുക. അപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.